ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പീടികയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് പച്ചാളത്തിൽ നിന്നും വടുതലയിലേക്ക് പോകുന്ന റൂട്ടാണ്. റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ലൂർദ് ഹോസ്പിറ്റലും കാണാൻ പറ്റും. പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകമാണെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ നടുക്കൂടി റോഡ് പോകുന്നുണ്ട് കേട്ടോ, ഓപ്പോസിറ്റ് രണ്ട് സൈഡും. എന്തായാലും തൊട്ടടുത്ത് കൂടി ട്രെയിൻ പോകുന്ന കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റോഡാണ്. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ ഒരു കാര്യം ഓർമ്മ, ഭയങ്കര രീതിയിലുള്ള വൃത്തിയായിട്ട സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മൾ വന്ന കാരണമായതുകൊണ്ട് ആ സ്മെല്ലൊന്നും നമുക്ക് കിട്ടിയില്ല. എന്തായാലും ഒരു അടിപൊളി റൂട്ട് തന്നെയാണ്. റോഡ് കണ്ടീഷൻ വളരെ സൂപ്പറാണ്. പക്ഷേ ഇത് വൺ വേ ആണ്. നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണ്. ഓപ്പോസിറ്റ് വൺ വേ ആണ്. ബൈക്കാർക്ക് വരാൻ പറ്റും, കാർക്ക് വരാൻ പറ്റത്തില്ല. മറ്റേ ചുറ്റിക്കറങ്ങി നമ്മുടെ ചാത്തിയാത്തേക്ക് പോകുന്ന റൂട്ടിൽ കൂടി കറങ്ങി തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് വടുതലയിൽ നിന്ന് നമ്മുടെ പച്ചാളത്തേക്ക് പോകുന്ന ഭാഗമുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു റൂട്ടൊക്കെ ചുമ്മാ ഒന്ന് കാണിച്ചാണ്. എന്തായാലും ഒരു ഞാന റോഡാണ്. ഇതിലൂടെ ബസ് റൂട്ടുള്ള ഒരു ബെസ്റ്റ് റോഡാണ് കേട്ടോ. ഓപ്പോസിറ്റ് തന്നെ റോഡും ഉണ്ട്. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കിൻ്റെ അപ്പുറം തന്നെ ഭാഗത്തും ഒരു റോഡുണ്ട്. അതുപോലെ തന്നെ പച്ചളം വരെയും പാലുണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ കണ്ടെയ്നർ റോഡിൻ്റെ ഭാഗത്ത് എത്തി. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചയും കണ്ട് നേരെ നമുക്ക് പിരിയലോട്ട് പോകാട്ടോ. എന്തായാലും ഇവിടെയൊക്കെ കാണാൻ നല്ല മനോഹരമായ ഏരിയയാണ്. നമ്മുടെ പെരിയാർ നദിയുടെ ചുറ്റുമുള്ള ഒരു കിടിലൻ ദ്വീപാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോതാട് ആ ഏരിയയൊക്കെയാണ്. പിന്നെ കോതാട് അസ്ത്രമേട് സിറ്റി പോകുന്ന റൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂലമ്പള്ളി ആ ഭാഗത്തൊക്കെ ഉണ്ടോ. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ കണ്ടെയ്നർ കൊണ്ട് ഒരു സൈഡ് റോഡിൻ്റെ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് റോഡ് ഇപ്പോൾ കുറച്ചൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. എന്തായാലും ഇപ്പം നമുക്ക് ഇവിടുത്തെ ട്രാവൽ വീഡിയോ കണ്ടിട്ട് നേരെ നമുക്ക് പിഴലയിൽ ചെന്ന് അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ക്യാമറ കണ്ടുകൊണ്ടൊന്ന് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ പിഴലയിലെ പാലം. എന്തായാലും ഭാവിയിൽ ഇവിടെ നിന്ന് നേരെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പറവൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് വേ ആണ്. പക്ഷേ ഇപ്പോൾ റൂട്ടില്ല, നമ്മൾ കടത്ത് കടന്ന് പോകേണ്ടി വരും. ഇവിടെ നിന്ന് നേരെ ഇപ്പം നമ്മുടെ കണ്ടെയ്നർ റോഡിൽ നിന്ന് പിഴലയിലേക്ക് പാലമുണ്ട്. അതുപോലെ തന്നെ പിഴലയിൽ നിന്ന് നേരെ കടമക്കുടിയിലേക്കും പാലം കടമക്കുടിയിൽ നേരെ ചാത്തനാട്ടിലേക്കും പാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എറണാകുളത്ത് നിന്ന് നമുക്ക് പറവൂർക്ക് പോകാനുള്ള ഈസിയസ്റ്റ് വേ ആണ്. അതുപോലെ തന്നെ ഭയങ്കര ദൂരം കുറയും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റൂട്ടാണ്. പക്ഷേ എന്താ, റോഡ് കംപ്ലീറ്റ്ലി ആയിട്ടില്ല, ജസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും നമ്മുടെ ഏരിക്കരയിൽ നിന്നുള്ള കടമക്കുടി ചാത്തനാട് പാലം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 10 കൊല്ലങ്ങൾക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് പണി നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയെന്ന് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് ആ ഭാഗത്തൊക്കെ പോയി അവിടുത്തെ മനോഹരമായ കാഴ്ച ചെയ്യാം. നമ്മൾ പണ്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ആ വീഡിയോന് കാര്യമായിട്ടൊന്നും വ്യൂ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ട് പോയില്ലായിരുന്നു. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ പിഴല പാലത്തിലൂടെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചയെല്ലാം കണ്ട് അങ്ങാടി എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ കൂടെ ഉള്ളത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളുമാണ്. അപ്പോൾ ടൈം റൈഡർ സുജിത്തും നിവേദിക മോളും പിന്നെ കലാമയമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പിഴല ദ്വീപ്. ശരിക്കും നമ്മൾ ഈ ദ്വീപ് ഉണ്ടായത് 1341 കാലഘട്ടത്തിലുണ്ടായ പെരിയാറുണ്ടായ വെള്ളപ്പൊക്കത്തിലുണ്ടായ ഒരു ദ്വീപാണ്. കടമക്കുടി അടുത്തുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബെസ്റ്റ് സ്പോട്ടാണ്. എന്തായാലും ഈ ദ്വീപിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, കാരണം മോട്ടറോളേൻ്റെ ഒരു ഫോൺ ഞാൻ മേടിച്ചായിരുന്നു, മോട്ടോറോളോ എഡ്ജ് 16 ഫിഷൻ്റെ. അപ്പോൾ ജസ്റ്റ് ആ മൊബൈലിലെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തൊരു വീഡിയോ ആണ്. നേരത്തെ നമ്മൾ ട്രാവൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗോപ്രോ 9 ക്യാമറയിലാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ മോട്ടറോളോ എഡ്ജ് 16 ഫിഷൻ എന്ന മൊബൈലാണ് കേട്ടോ. എന്തായാലും ജസ്റ്റ് ഒന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സാമ്പിൾ വീഡിയോ എടുത്ത് നോക്കിയതാണ്. എന്നാലും സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. നമ്മൾ സൺസെറ്റ് കഴിഞ്ഞ നിന്നില്ല, ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സ് ഒക്കെ നമ്മളോട് സ്പെൻഡ് ചെയ്തോളൂ. എന്നാലും ഇവിടെ ഒരു അടിപൊളിയാണ്. കടമക്കുടിയിലേക്ക് ഇതിൽ നമുക്ക് കടത്തിറന്ന് പോകാൻ പറ്റും. കാരണം ഇതിൽ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ പറവൂർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ചെറായി ബീച്ച് എന്നീ ഭാഗത്തോട്ട് പോകുന്നുള്ള ഈസിയസ്റ്റ് വേ ആണ്. എന്തായാലും ഭാവിയിൽ ഉടനെ തന്നെ റോഡ് വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ചെറിയ കടമക്കുടീനെ നോർമൽ സാധാരണ കടമക്കുടീൻ്റെയും അല്ലെങ്കിൽ വലിയ കടമക്കുടീൻ്റെ നടുക്ക് വരുന്ന ഒരു ദ്വീപാണ് നമ്മളുടെ പിഴല. എറണാകുളം ജില്ലയാണ്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് തുടരാം. എറണാകുളം നഗരത്തിന്റെ പ്രധാന ഭൂപ്രദേശത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കടമക്കുടി ദ്വീപസമൂഹത്തിലെ 14 ദ്വീപുകളിൽ ഒന്നായ പിഴല ഒരു ദ്വീപ് ഗ്രാമമാണ്. പെരിയാർ നദിയുടെ പോഷക നദികളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ കടമക്കുടി ഗ്രാമത്തിന്റെ ഭാഗമാണ് പിഴല ദ്വീപ്. പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായ മുസിരിസ് തുറമുഖത്തെ പട്ടണം വടക്കൻ പറവൂരിന് സമീപം ഞെരുക്കിയ CE 1341 ൽ ഉണ്ടായ പെരിയാർ വെള്ളപ്പൊക്കത്തിലാണ് പിഴല ദ്വീപ് രൂപപ്പെട്ടത്. ദ്വീപിലെ സമാധാനം എന്നർത്ഥം വരുന്ന പോർച്ചുഗീസ് പദങ്ങളായ പാസ് എന്ന ഇൽഹയിൽ നിന്നാണ് പിഴല എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്ന് ഒരു വാദമുണ്ട്. CE 1341 ൽ പെരിയാറിലെ മഹാപ്രളയത്തിലും വൈപ്പിൻ പോലുള്ള നിരവധി ദ്വീപുകളിലുമുണ്ടായ വെള്ളപ്പൊക്കത്തിലുമാണ് പിഴല ദ്വീപ് രൂപപ്പെട്ടത്. 1859 ൽ വരാപ്പൊളി വികാരിയേറ്റ് ആർച്ച് ബിഷപ്പ് ബെർണാർഡോ ഗ്യൂസെപ്പെ ബാസിനെല്ലിയുടെ ഉത്തരവ് പ്രകാരം OCD കത്തോലിക്ക മിഷനറിമാർ പിഴലയിൽ ആദ്യത്തെ സ്കൂൾ പള്ളിക്കൂടം നിർമ്മിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.